കേരള കലാമണ്ഡലത്തിൽ പുതുചരിത്രം കുറിക്കാൻ കൊല്ലം അഞ്ചൽ സ്വദേശി സാബ്രി കഥകളി പഠിക്കാനെത്തിയ ആദ്യ മുസ്ലിം പെൺകുട്ടി ഇന്ന് അരങ്ങേറ്റം കുറിക്കും. ആൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന കഥകളി പെൺകുട്ടികൾക്ക് കൂടി വേണമെന്ന നിർണായക തീരുമാനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കലാമണ്ഡലം ഗോപി ആശാനെ വീട്ടിലെത്തി കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് സാബ്രി ആദ്യ വേഷം അണിയുന്നത്. കലാമണ്ഡലത്തിൽ പെൺകുട്ടികൾക്ക് കഥകളി പഠിക്കാൻ അവസരം ലഭിച്ചു തുടങ്ങിയിട്ട് ആദ്യ അരങ്ങേറ്റം കഴിഞ്ഞ വർഷമായിരുന്നു. ആ ചരിത്രത്തിനൊപ്പം പുതിയ അധ്യായം കൂടി തുറക്കുകയാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായ സാബ്രി. ആദ്യമായിട്ടാണ് കഥകളി പഠിക്കാൻ ഒരു മുസ്ലിം പെൺകുട്ടി എത്തുന്നത്. നിസാം അനീസ ദമ്പതികളുടെ മകൾക്ക് ആദ്യ മുദ്ര പകർന്നു നൽകിയത് കഥകളിയിലെ ഇതിഹാസം കലാമണ്ഡലം ഗോപിയാശാൻ. അതുകൊണ്ട് തന്നെ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ഗോപിയാശാന്റെ അനുഗ്രഹം വാങ്ങാൻ പിതാവിനൊപ്പം എത്തി സാബ്രി. പാപ്പാടൂടെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി അമ്പലത്തിലൊക്കെ കഥകളി കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ആശാനാണ് എനിക്ക് അവിടെ വാങ്ങിച്ച് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളറുകളുടെ ഒരു സംഭവമൊക്കെയാണ് ഇവളുടെ മനസ്സിലൊക്കെ കയറിയത്. ഞാൻ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു. അതിൻ്റെ സംശയങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അവന് അവസരം കിട്ടിയപ്പം അതിനെ ഗവേഷണം പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. കലയെ കലയായിട്ട് കാണുന്നു, മതത്തെ മതമായിട്ടും, വിശ്വാസം ഒക്കെ നമ്മൾ അതിൻ്റെ വഴിക്ക് കൊണ്ടുപോകും. കലാമണ്ഡലത്തിലെ ഗുരുക്കന്മാർ പകർന്നു നൽകിയ മുദ്രകൾ കൂത്തമ്പലത്തിൽ പകർന്നാടാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സാബ്രി ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾക്ക് കലാമണ്ഡലത്തിൽ കഥകളി അഭ്യസിക്കാൻ അവസരമൊരുക്കുന്നതിന് മുൻകൈയെടുത്തത് ഗോപിയാശാനായിരുന്നു. ആ സന്തോഷം ഗോപിയാശാനും പങ്കുവച്ചു. കലാമണ്ഡലത്തിലെ ഒരു മറ്റ് സമുദായത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്, കഥകളി പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതിൽ ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലത്തിൻ്റെ പ്രശസ്തിക്ക് ഏറ്റവും നല്ല കാര്യമായി എന്ന് എനിക്ക് പറയുള്ളൂ. അതായത് പ്രശസ്തി അങ്ങേറ്റം വളർന്നു വരും. അങ്ങനത്തെ മറ്റു സമുദായത്തിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹത്തോടു കൂടി വന്ന ആ കുട്ടി കാരണം കൊണ്ട്. അഞ്ചൽ ഗവൺമെന്റ് ജവഹർ സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സാബ്രി കലാമണ്ഡലത്തിൽ ചേർന്നത്. കഥകളിയിൽ തെക്കൻ കളരിയിലും വടക്കൻ കളരിയിലുമായി ഇപ്പോൾ നിരവധി പെൺകുട്ടികൾ പഠിക്കുന്നു. മനസ്സിൽ കെട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടമായിരുന്നു വേഷങ്ങളെല്ലാം. കൃഷ്ണവേഷമായിരുന്നു ഇഷ്ടം. ആദ്യമായിരുന്നു വിശ്വസിച്ചില്ല, പിന്നെ വിശ്വസിച്ചു. പുറപ്പാടിലെ കൃഷ്ണവേഷമാണ് ചെയ്യുന്നത്. വിജയദശമി ദിനത്തിൽ എല്ലാവർക്കും അരങ്ങേറ്റമാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.